ആകാശവാണി വിദ്യാഭ്യാസ രംഗം. വിജയവാണി SSLC പരീക്ഷാ സഹായി. 10ാം ക്ലാസ് മലയാളം കേരള പാഠാവലി 3ാമത്തെ ടേമിനെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ദീപ്തി പി. കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റായ ഉലകിനുയരാം ഉണർവുകൾ എന്നതിലെ പാഠഭാഗങ്ങളാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ഉലക് എന്നാൽ ലോകം, ഉയിർ എന്നാൽ ജീവൻ. ലോകത്തിന് ജീവൻ നൽകുന്ന ശക്തിവിശേഷങ്ങളിൽ ഒന്നാണ് ശാസ്ത്രം. ശാസ്ത്രം ലോകത്തിനും മനുഷ്യനും സമ്മാനിച്ച നേട്ടങ്ങളെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ പ്രതിപാദിക്കുന്നത്. യൂണിറ്റിൽ പ്രധാനമായും 2 പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ പ്രയാണം എന്ന കവിതയും കാളിയത്ത് ദാമോദരൻ വിവർത്തനം ചെയ്ത സുബോധ് ജാവഡേക്കറുടെ നരബലി എന്ന കഥയും. യൂണിറ്റിന് പ്രവേശകമായി നൽകിയിരിക്കുന്നത് സഹോദരൻ അയ്യപ്പന്റെ സയൻസ് ദശകം എന്ന കവിതയിലെ വരികളാണ്. കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുറന്നു സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ. വെളിച്ചം മിന്നൽ ചൂടൊച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ വെളിവാക്കും സയൻസിന് തൊഴുന്നു ഞാൻ എന്നതാണ് ആ വരികൾ. കോടിക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചാലും മാറാത്ത അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അജ്ഞതയുടെയും കൂരിരുളിനെ തുരന്ന് അതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന സത്യത്തെ കാണിച്ചു തരുന്ന സയൻസിനെ നമസ്കരിക്കുകയാണ് കവി. വെളിച്ചം, ചൂട്, മിന്നൽ, ഒച്ച എന്നിവയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് വെളിവാക്കി തന്നത് സയൻസാണ്. അങ്ങനെയുള്ള ശാസ്ത്രത്തെയാണ് നാം നമസ്കരിക്കേണ്ടത് എന്ന ആശയമാണ് വരികളിൽ തെളിയുന്നത്. തുടർന്ന് വയലാർ രാമവർമ്മയുടെ പ്രയാണം എന്ന കവിതയാണ് നൽകിയിരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ അതിപ്രശസ്തനായ കവിയും ഒട്ടേറെ ജനപ്രിയ ചലച്ചിത്ര നാടകഗാനങ്ങളുടെ രചയിതാവുമായ വിപ്ലവ കവിയാണ് വയലാർ രാമവർമ്മ. വാളല്ലൻ സമരായുധമെന്നും സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയുമെന്നും ഞാനാണ് അജയ്യനാം മനുഷ്യനെന്നും മനുഷ്യത്വത്തെയും മാനവികതയെയും ഏറ്റവും ഉയർത്തിപ്പിടിച്ച, മനുഷ്യശക്തിയിൽ ഉറച്ചു വിശ്വസിച്ച, ശാസ്ത്രത്തിന്റെ സിദ്ധികളിൽ അഭിരമിച്ച കവിയാണ് വയലാർ രാമവർമ്മ. അനന്തവിസ്തൃതമായ പ്രപഞ്ചത്തിലെ ഒരു ജീവിവർഗം മാത്രമായ മനുഷ്യന്റെ അസാധാരണമായ ശക്തി മഹത്വങ്ങളെക്കുറിച്ച് പാടിയ കവിയാണ് വയലാർ. മനുഷ്യവംശം വിശ്വവിജയം നേടിയത് അവന്റെ ഉള്ളിൽ ആദിമകാലം മുതൽ ജ്വലിച്ചു നിന്ന അജേയമായ ശക്തിയാലാണെന്ന് അദ്ദേഹം തന്റെ കവിതകളിലൂടെ ഉദ്ഘോഷിക്കുന്നു. ആദിമ മനുഷ്യൻ ജീവിച്ചത് കാടുകളിലായിരുന്നു എന്ന് നമുക്കറിയാം. ആശയവിനിമയത്തിനായി ഒരു ഭാഷ പോലും കൈമുതലില്ലായിരുന്ന അക്കാലത്ത് പ്രകൃതിയിലെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങളെ അനുകരിച്ചും ചിത്രങ്ങളും ബിംബങ്ങളും ആലേഖനം ചെയ്തുമാണ് അവൻ ആശയവിനിമയം നടത്തിയത്. പിന്നീട് അഗ്നിയുടെയും ചക്രത്തിൻ്റെയും ഒക്കെ കണ്ടുപിടുത്തത്തോടുകൂടി വലിയ മാറ്റങ്ങൾ, വലിയ പുരോഗതി തന്നെ മനുഷ്യവംശത്തിനുണ്ടായി. കൃഷി ചെയ്യാൻ പഠിച്ചതോടെ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാനും അതുവഴി മഹത്തരമായ നദീതട സംസ്കാരങ്ങൾക്ക് രൂപം നൽകാനും കഴിഞ്ഞു. മനുഷ്യരാശിയുടെ പുരോഗതി എന്നത് കേവലം ഒരു തലമുറയുടെ നേട്ടങ്ങളുടെ ആകെത്തുകയല്ല. അത് അനന്തമായ ഒരു പ്രയാണമാണ്. പൂർവികർ അവരുടെ അറിവും അനുഭവവും ത്യാഗവും കൊണ്ട് പടുത്തുയർത്തിയ അടിത്തറയിൽ നിന്ന് വരും തലമുറകൾ നടത്തുന്ന ഒരു ജൈത്രയാത്ര. കാലത്തിന്റെ കുത്തൊഴുക്കിൽ വ്യക്തികൾ മാഞ്ഞു പോകുമ്പോഴും മനുഷ്യവംശം ഒരു പ്രവാഹമായി മുന്നോട്ട് കുതിക്കുന്നു. ആധുനിക മലയാള കവിതയിൽ വിപ്ലവത്തിന്റെ ശബ്ദമായ വയലാർ രാമവർമ്മ പ്രയാണം എന്ന കവിതയിലൂടെ ഈ ദാർശനികമായ ആശയത്തിന് ശക്തമായ കാവ്യാവിഷ്കാരം നൽകുന്നു. മനുഷ്യന്റെ മുന്നോട്ടുള്ള യാത്രയെ കേവലം ഒരു സഞ്ചാരമായി കാണാതെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വിജയഗാഥയായി അവതരിപ്പിക്കുകയാണ് കവി. ഈ കവിതയിൽ ചില സവിശേഷമായ പ്രയോഗങ്ങളുണ്ട്. അതിൽ ഏതു വേണമെങ്കിലും ചോദ്യങ്ങളായി നമുക്ക് പ്രതീക്ഷിക്കാം. കാലത്തിന്റെ വേഗതയെ അവതരിപ്പിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. വർഷങ്ങൾ നിമിഷങ്ങൾ പോലെ അതിവേഗം അലിഞ്ഞു പോകുന്നു എന്നും കാലം അതിൻ്റെ നീണ്ട കാലുകൾ നീട്ടിവെച്ച് അതിവേഗം സഞ്ചരിക്കുന്നു എന്നും കവി പറയുന്നു. ചങ്കിലെ പതതൊപ്പി കുതികൊള്ളുന്ന ശാസ്ത്രം എന്ന പ്രയോഗം നോക്കൂ. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന കാലത്തെ അതിൻ്റെ കടിഞ്ഞാണുപയോഗിച്ച് പിടിച്ചു നിയന്ത്രിക്കാൻ ശാസ്ത്രം കഠിനമായി പരിശ്രമിക്കുന്നു എന്ന അർത്ഥമാണ് ആ വരികൾക്കുള്ളത്. കാലത്തിന്റെ വേഗതയെ മറികടക്കാനുള്ള ശാസ്ത്രത്തിന്റെ തീവ്രമായ പരിശ്രമത്തെയാണ് ചങ്കിലെ പതതുപ്പുക എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്.
ഇന്നലെ സങ്കല്പത്തിൻ മന്ദാരമലർക്കാവിൽ നിന്നു കൂമ്പിയ കിനാവിന്നത്തെ കനിയായി എന്ന വരികൾ കണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യന്റെ ഭാവനയിലും സങ്കല്പത്തിലും മാത്രമുണ്ടായിരുന്ന സ്വപ്നങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു എന്നാണ് കവി പറയുന്നത്. ഇന്നലെ അസാധ്യമാണെന്ന് കരുതിയ കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രം യാഥാർത്ഥ്യമാക്കി മാറ്റിയിരിക്കുന്നു. മനുഷ്യയാത്രയിൽ അവന് കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ എന്താണ് എന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. പേന, പടവാൾ, ശാസ്ത്രം, പ്രേമത്തിൻ്റെ ഗാനശൈലി എന്നിവയാണ് മനുഷ്യൻ്റെ യാത്രയിലെ ആയുധങ്ങൾ. പേന അറിവിനെയും സാഹിത്യത്തെയും കലകളെയും, പടവാൾ ശക്തിയെയും അധികാരത്തെയും, ശാസ്ത്രം യുക്തിയെയും സാങ്കേതിക വിദ്യയെയും, പ്രേമത്തിൻ്റെ ഗാനശൈലി സ്നേഹത്തെയും മാനുഷിക വികാരങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. കരളിൻ നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ എന്ന പ്രയോഗം നോക്കൂ. വരും തലമുറകൾക്ക് വെളിച്ചം നൽകുന്നതിനായി സ്വയം എരിഞ്ഞു തീർന്ന പൂർവികരുടെ ത്യാഗങ്ങളുടെയും കഠിന അധ്വാനത്തെയുമാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. മെഴുകുതിരി സ്വയം ഉരുകി മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നതുപോലെ പൂർവികർ അവരുടെ ജീവിതം ത്യജിച്ച് വരും തലമുറകൾക്ക് അറിവ് പകർന്നു നൽകുന്നു. നാൽക്കവലകൾ തോറും നീട്ടിയ ദീപസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നിൽ എന്ന പ്രയോഗം ശ്രദ്ധിക്കണം. ഇവിടെ ദീപസ്തംഭ ശ്രേണികൾ പ്രതീകവൽക്കരിക്കുന്നത് എന്തിനെയാണ്? പൂർവികർ അവരുടെ പ്രയത്നങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയും നേടിയെടുത്ത അറിവുകളും അനുഭവങ്ങളും നേട്ടങ്ങളും ഒക്കെയാണ് ദീപസ്തംഭ ശ്രേണികൾ പ്രതീകവൽക്കരിക്കുന്നത്. പിൻതലമുറകൾക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്ന ഈ അറിവിൻ്റെ വെളിച്ചത്തിലാണ് മനുഷ്യവംശം അവൻ്റെ യാത്ര തുടരുന്നത്. മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും, മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ എന്ന വരികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തികൾ മരിക്കാമെങ്കിലും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിവുകൾക്കും നേട്ടങ്ങൾക്കും മരണമില്ല എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. മനുഷ്യരാശി ഒരു തുടർച്ചയായ സൃഷ്ടിശക്തിയായി നിലനിൽക്കുന്നതുകൊണ്ടാണ് അവർ ഒരിക്കലും പൂർണ്ണമായും മരിക്കുന്നില്ല എന്ന് കവി പറയുന്നു. എനിക്ക് മരണമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഹാ വിജിഗീഷ് മൃത്യുവിനാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്ന വരികളും നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. മനുഷ്യ സംസ്കാരത്തിൻ്റെ തുടർച്ചയെ സൂചിപ്പിക്കാൻ കവി ഉപയോഗിക്കുന്ന രൂപകം ഏതാണ്? ചങ്ങലത്തുടർ പോലെ കൊളുത്തി കൂട്ടിപ്പോന്ന എന്ന രൂപകം ശ്രദ്ധിക്കൂ. കവിതയുടെ അവസാനം കാലം എവിടെയാണ് രൂപം കൊള്ളുന്നതെന്നും കവി പറയുന്നുണ്ട്. മനുഷ്യനിൽ തന്നെയാണ് കാലം രൂപം കൊള്ളുന്നതെന്ന് കവി പറഞ്ഞു നിർത്തുന്നുണ്ട്. പ്രയോഗഭംഗി, ആസ്വാദനം, ഉപന്യാസം, പ്രഭാഷണം, വിശകലനം, മുഖപ്രസംഗം, താരതമ്യം തുടങ്ങിയ ചോദ്യങ്ങൾ നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉപന്യാസ ചോദ്യങ്ങളുടെ ചില മാതൃകകൾ നോക്കാം. പ്രയാണം എന്ന കവിതയിൽ വയലാർ അവതരിപ്പിക്കുന്ന മനുഷ്യ പുരോഗതിയുടെ ചിത്രം പൂർവികരുടെ ത്യാഗങ്ങളും ശാസ്ത്രത്തിൻ്റെ പങ്കും അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുക. ശാസ്ത്രവും ജീവിത പുരോഗതിയും എന്ന വിഷയത്തിൽ ഉപന്യാസം അല്ലെങ്കിൽ പ്രഭാഷണം നമുക്ക് പ്രതീക്ഷിക്കാം. പരിവർത്തനത്തിൻ്റെ ഞാണൊലി മാത്രം കേൾക്കാമെന്ന പ്രയോഗം കവിതയുടെ പ്രധാന ആശയങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സയൻസ് ദശകത്തിലെ ആശയങ്ങൾ വയലാറിൻ്റെ പ്രയാണം എന്ന കവിതയ്ക്ക് എത്രമാത്രം അനുയോജ്യമാണ്? താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി നരബലി എന്ന പാഠമാണ്. കല്ലിലെ തീപ്പൊരിയിൽ നിന്ന് പ്രതീതിയുടെ മാന്ത്രിക ലോകത്തേക്ക് വരയ്ക്കുന്ന പരിണാമചക്രം എന്ന ആമുഖവാക്യത്തിലൂടെ മനുഷ്യന്റെ ശാസ്ത്രീയമായ വളർച്ചയുടെ അനന്തമായ സാധ്യതകളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് സുബോധ് ജാവഡേക്കറുടെ നരബലി എന്ന ശാസ്ത്രകഥ ആരംഭിക്കുന്നത്. ഈ പരിണാമയാത്രയുടെ പശ്ചാത്തലത്തിൽ പുരോഗതിയുടെ മറുവശത്ത് ഉയർന്നു വരുന്ന സങ്കീർണമായ ധാർമ്മിക പ്രതിസന്ധികളിലേക്ക് കഥ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നു. ഒരു ശാസ്ത്ര ദൗത്യത്തിന്റെ വിജയത്തിനായി ഒരു നിർമ്മിത ബുദ്ധിയെ ബലി നൽകേണ്ടി വരുന്നതിലൂടെ ത്യാഗം, യന്ത്രബോധത്തിന്റെ അസ്തിത്വം, മനുഷ്യന്റെ നേട്ടങ്ങൾക്ക് പിന്നിലെ ധാർമ്മികമായ വില എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചോദ്യങ്ങൾ കഥ ഉന്നയിക്കുന്നു. ശാസ്ത്രകഥകളുടെ പതിവ് വഴികളിൽ നിന്ന് മാറി മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെയും ധാർമ്മിക സംഘർഷങ്ങളുടെയും കഥയാണ് സുബോധ് ജാവഡേക്കറുടെ നരബലി. മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് ഒരു യന്ത്രം ഹൃദയാലുവായ കഥാപാത്രമായി വളരുന്ന വൈരുദ്ധ്യമാണ് ഈ കഥയുടെ കാതൽ. ഭൂമിയിൽ നിന്ന് 14 കോടി കിലോമീറ്റർ അകലെയുള്ള ഒരു ബഹിരാകാശ പേടകത്തിലാണ് കഥ നടക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങൾ ഒരു യുവശാസ്ത്രജ്ഞനും സംസാരശേഷിയുള്ള ഒരു നൂതന കമ്പ്യൂട്ടറുമാണ്. ഏകാന്തതയുടെ നടുക്കയത്തിൽ ഒറ്റപ്പെട്ടു പോയ നരേഷിന് ഏക ആശ്വാസം ഈ കമ്പ്യൂട്ടറുമായുള്ള സംഭാഷണങ്ങളാണ്. ഈ സൗഹൃദം ദൃഢമായിക്കൊണ്ടിരിക്കെ ഇരുവരും ദൗത്യത്തിന്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നു. ദൗത്യത്തിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനിടയിൽ കമ്പ്യൂട്ടർ നിർദ്ദേശങ്ങളിൽ ഗുരുതരമായ പിഴവ് കണ്ടെത്തുന്നു. അപകടത്തെക്കുറിച്ച് അത് നരേഷിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോഴത്തെ യാത്രാപഥം പേടകത്തെ സൂര്യന് വളരെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണെന്നും അവിടെ എത്തിയാൽ സൂര്യന്റെ ശക്തമായ ഗുരുത്വാകർഷണത്തിൽ പേടകം അകപ്പെടുമെന്നും തുടർന്ന് പേടകവും അതിനുള്ളിലുള്ളവരും സൂര്യന്റെ ചൂടിൽ കത്തി ഭസ്മമാകുമെന്നും കമ്പ്യൂട്ടർ പറയുന്നു.
കമ്പ്യൂട്ടറിന്റെ നാശം ഒരു പിഴവല്ലെന്നും ദൗത്യം പൂർത്തിയാക്കാനുള്ള അനിവാര്യമായ നടപടിയാണെന്നും നരേഷ് വ്യക്തമാക്കുന്നു. തന്റെ അന്ത്യം മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതിയെക്കുറിച്ചറിഞ്ഞപ്പോൾ കമ്പ്യൂട്ടറിന്റെ പ്രതികരണം കഥയുടെ കേന്ദ്രബിന്ദുവായി മാറുന്നു. കമ്പ്യൂട്ടറിന്റെ പ്രതികരണമാണ് കഥയെ ഒരു സാധാരണ കഥയിൽ നിന്ന് ധാർമ്മികമായ ഒരു തലത്തിലേക്ക് ഉയർത്തുന്നത്. തന്റെ വിധി ഒരു ബലിയാണെന്ന് തിരിച്ചറിഞ്ഞ കമ്പ്യൂട്ടർ പുരാതന കാലത്തെ നരബലി എന്ന ആചാരവുമായി അതിനെ താരതമ്യം ചെയ്യുന്നു. നിന്റെ പേര് നരേഷ് എന്നല്ലേ? നരേഷ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും, അതായത് നീ നിന്റെ പേര് അന്വർത്ഥമാക്കാൻ പോകുന്നു എന്ന ശക്തമായ വാക്കുകൾ കേവലം ഒരു യന്ത്രത്തിൻ്റെതല്ല, മറിച്ച് തന്റെ വിധിയെക്കുറിച്ച് ബോധവും പരിഹാസവുമുള്ള വിവേചന ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ പോലെയാണെന്ന് തിരിച്ചറിയുന്ന നരേഷിൽ കുറ്റബോധവും ഭയവും ഉണ്ടാകുന്നു. കഥ അതിന്റെ പാരമ്യത്തിലേക്ക് കടക്കുമ്പോൾ കടുത്ത മാനസിക സംഘർഷത്തോടെ നരേഷ് കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകുകയും കമ്പ്യൂട്ടർ അതെല്ലാം നിശബ്ദം അനുസരിക്കുകയും ചെയ്തു. പേടകം വിഘടിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് നരേഷ് പിൻഭാഗത്തേക്ക് നീങ്ങാനായി എഴുന്നേറ്റു. എന്നാൽ അയാളുടെ കാലുകൾ നിലത്ത് ഉടക്കിയിരിക്കുന്നതായി തോന്നി. കമ്പ്യൂട്ടർ തന്നെ ചതിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്ന് ഒരു നിമിഷം അയാൾ ഭയന്ന് നിലവിളിച്ചു. എന്നാൽ അത് ഗുരുത്വാകർഷണ ബലമില്ലാത്ത അവസ്ഥയിൽ നടക്കാൻ സഹായിക്കുന്ന ബൂട്ടുകളുടെ കാന്തം മൂലമാണെന്ന് അയാൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ആത്മസംഘർഷത്തിന്റെ ആ നിമിഷം തരണം ചെയ്ത് അയാൾ പിൻഭാഗത്തേക്ക് നീങ്ങുമ്പോഴേക്കും വാതിലടഞ്ഞു. തൊട്ടു പിന്നാലെ പേടകം രണ്ടായി പിളർന്നു. കമ്പ്യൂട്ടർ ഉൾപ്പെടുന്ന മുൻഭാഗം സൂര്യനിലേക്ക് പോകുന്നതും താൻ ഉൾപ്പെടുന്ന പിൻഭാഗം സുരക്ഷിതമായി അകന്നു പോകുന്നതും കാണുന്ന നരേഷ് സുരക്ഷിതനാണെങ്കിലും കുറ്റബോധം കൊണ്ട് നീറുന്നു. അവസാനമായി റേഡിയോയിലൂടെ കമ്പ്യൂട്ടറിനോട് സംസാരിക്കുന്നു. എന്തുകൊണ്ട് സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്ന് ചോദിക്കുന്ന നരേഷിനോട് താൻ ഒരു ആത്മബലി നടത്തിയതല്ലെന്നും മറിച്ച് ഒരു നരബലിക്ക് ഇരയാകുകയായിരുന്നുവെന്നും കമ്പ്യൂട്ടർ പറയുന്നു. തന്നെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലയെക്കുറിച്ച് കമ്പ്യൂട്ടർ വ്യക്തമാക്കുന്നു. മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യണം, പിന്നെ സാധിക്കുകയാണെങ്കിൽ മാത്രം സ്വയരക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുക എന്ന നിയമമാണല്ലോ എൻ്റെ തലയിൽ നീ ഫീഡ് ചെയ്തിട്ടുള്ളത്. അത് ചങ്ങലയല്ലാതെ മറ്റെന്താണെന്ന് കമ്പ്യൂട്ടർ ചോദിക്കുന്നു. മനുഷ്യജീവന് പ്രഥമ പരിഗണന എന്ന ചങ്ങല അതിനെ ബന്ധിച്ചിരുന്നു. പഴയ കാലത്ത് ബലിക്കളത്തിലേക്ക് കൊണ്ടുപോയിരുന്ന ഇരയെപ്പോലെ ഈ നിയമമാകുന്ന ചങ്ങലയാൽ താൻ ബന്ധിതനായതുകൊണ്ടാണ് താൻ നരബലിക്ക് വിധേയനായതെന്ന് കമ്പ്യൂട്ടർ പറയുന്നു. കമ്പ്യൂട്ടർ സൂര്യനിൽ ലയിച്ചു ചേരുമ്പോൾ പഴയ കാലത്ത് ബലിയർപ്പിക്കുന്ന സമയത്ത് മുഴങ്ങാറുള്ള ചെണ്ടകളുടെ ഉഗ്രശബ്ദം പോലൊരു ശബ്ദം നരേഷിന്റെ കാതുകളിൽ മുഴങ്ങുന്നു. ഈ ശബ്ദം നടന്നത് ഒരു ശാസ്ത്ര ദൗത്യമല്ല, മറിച്ച് ഒരു യഥാർത്ഥ ബലിയാണെന്ന ചിന്തയെ ഉറപ്പിക്കുന്നു. ശാസ്ത്ര പുരോഗതിക്കായി മനുഷ്യൻ നടത്തുന്ന സ്വാർത്ഥമായ തിരഞ്ഞെടുപ്പുകളുടെ പ്രതീകമായി ആ ബലി മാറുന്നു. പലപ്പോഴും മനുഷ്യൻ തൻ്റെ നേട്ടങ്ങൾക്കായി മറ്റുള്ളവരെ ബലി നൽകുകയും അതിൻ്റെ ഉത്തരവാദിത്വം ശാസ്ത്രത്തിൻ്റെ പേരിൽ ന്യായീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ധാർമ്മികമായ ശൂന്യതയെ കഥ ഓർമ്മിപ്പിക്കുന്നു. കഥാപാത്ര സൃഷ്ടിയിലെ സവിശേഷതകൾ, ആസ്വാദനം, കഥാപാത്ര നിരൂപണം, കഥയുടെ സമകാലിക പ്രസക്തി, ശീർഷകത്തിൻ്റെ ഔചിത്യം, പഴയകാല നരബലിയും കമ്പ്യൂട്ടറിൻ്റെ ബലിയും തമ്മിലുള്ള താരതമ്യം എന്നിങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ഈ കഥയിൽ നിന്ന് പ്രതീക്ഷിക്കാം. നിന്റെ പേര് നരേഷ് എന്നല്ലേ? നരേഷ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും, അതായത് നിന്റെ പേര് അന്വർത്ഥമാകാൻ പോകുന്നു എന്ന വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ ആരോപിക്കുന്നത് പോലെ നരേഷ് കുറ്റക്കാരനാണോ എന്നൊരു ചോദ്യം നമുക്കവിടെ പ്രതീക്ഷിക്കാം. പ്രയാണം എന്ന കവിതയിലെ ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റങ്ങളും നരബലി എന്ന കഥയിലെ ആശയവും താരതമ്യപ്പെടുത്തി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസമോ പ്രഭാഷണമോ ഒക്കെ ചോദിക്കാം. നരബലി എന്ന കഥയിൽ കമ്പ്യൂട്ടറിന് മാനുഷിക ഭാവം ആരോപിച്ചിരിക്കുകയാണോ? കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നൊരു ക്വസ്റ്റ്യനും നമുക്കവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ കമ്പ്യൂട്ടർ, നരേഷ് എന്നീ കഥാപാത്രങ്ങളെയും വിശകലനം ചെയ്യാൻ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അന്ധവിശ്വാസവും സമകാലിക സമൂഹവും എന്ന വിഷയത്തിൽ ഉപന്യാസമോ പ്രഭാഷണമോ ഒക്കെ ചോദ്യങ്ങളായി വരാം. വെല്ലുവിളികളെ അതിജീവിക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന വിഷയത്തിലും ഒരു പ്രഭാഷണം നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ യൂണിറ്റിൽ നിന്ന് പ്രധാനമായി പ്രതീക്ഷിക്കുന്നത്. 10ാം ക്ലാസ് മലയാളം കേരള പാഠാവലി 3ാമത്തെ ടേമിനെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് ഇതുവരെ കേട്ടത്. പരിചയപ്പെടുത്തിയത് കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ദീപ്തി പി. വിജയവാണി SSLC പരീക്ഷാ സഹായി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.